അറാഫിയുടെ തള്ള കൊയ്യാൻ ഇസ്രായേലിന്റെ നീക്കം. ഇറാനിൽ ആയത്തുള്ള അറാഫി ഖമേനിയുടെ പിൻഗാമിയാകുന്നു. ഇറാനിലെ പുരോഹിത സമൂഹത്തിന്റെ തലപ്പാവിനെ ആക്രമിക്കുന്നവർ അതേ തലപ്പാവ് നിങ്ങളുടെ ശവക്കച്ചയാകുമെന്ന് മനസ്സിലാക്കണമെന്ന ഒറ്റ ഡയലോഗ് പറഞ്ഞ അറാഫി, ആയത്തുള്ള അറാഫി, ആ ഒറ്റ ഡയലോഗിൽ കാനഡയുടെ വിലക്ക് നേടിയ അറാഫി, ഇസ്ലാം മതം പ്രചരിപ്പിക്കുവാൻ AI സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്ന നിലപാട് സ്വീകരിച്ച ആയത്തുള്ള അലി റിസ അറാഫി. ആ ആയത്തുള്ള അലി റിസ അറാഫിയാണ് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് എന്ന് പറയുന്നത്. ഇറാന്റെ താൽക്കാലിക നേതൃസമിതി അംഗമായിട്ട് നിയമിതനായിട്ടുള്ള ആയത്തുള്ള അലി റിസിക് അറാഫി മുതിർന്ന പുരോഹിതനും ഗാർഡിയൻ കൗൺസിൽ അംഗവും കൂടിയാണ്. ഇറാന്റെ സുപ്രീം ലീഡറായിരുന്ന ഖമേനിയുടെ മരണത്തിന് മണിക്കൂറുകൾക്കകം രാജ്യത്ത് ഭരണഘടനാപരമായിട്ടുള്ള അടിയന്തര സംവിധാനങ്ങൾ സജീവമാക്കി ഇടക്കാല നേതൃത്വ കൗൺസിൽ രൂപീകരിച്ചതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗാർഡിയൻ കൗൺസിലിലെ മുതിർന്ന മതപണ്ഡിതനും ദീർഘകാലം ഖമേനിയുടെ അടുത്ത അനുയായിയുമായിട്ടുള്ള അറാഫി അടക്കമുള്ള 3 അംഗ സംഘമാണ് പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് വരെ ഖമേനിയെ വഹിച്ചിരുന്ന ചുമതലകൾ അടക്കം നിർവഹിക്കുക. അതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഖോലാം ഹുസൈൻ മെഹ്സീനി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ എന്ന് പറയപ്പെടുന്നത്. നേരത്തെ ഈ ചുമതലകളൊക്കെ ആയത്തുള്ള അലി ഖമേനി ഒറ്റയ്ക്ക് മാത്രം നിർവഹിച്ചിരുന്ന കാര്യങ്ങളാണ്. ഈ കൗൺസിൽ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 111 അനുസരിച്ച് സ്ഥിരം സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്നതുവരെ രാജ്യത്തിന്റെ പരമാധികാര ചുമതലകൾ ഇവർ മൂവർ ചേർന്നാണ് നിർവഹിക്കാൻ പോകുന്നത്.